ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ഹീബ്രൂസ് ചാപ്റ്റർ 10 25 വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. നമ്മളന്ന് മനസ്സിലാക്കി എന്തുകൊണ്ട് സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് രാത്രി അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 26-31. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രിയുടെ ക്ലാസ്സിലായിരിക്കാൻ കർത്താവ് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 4th വാർണിംഗ് ഇൻ ദ ഹീബ്രൂസ്. നോട്ട് ചെയ്താട്ട് എബ്രായ ലേഖനത്തിലെ 4ാമത്തെ മുന്നറിയിപ്പ്. 4th വാർണിംഗ് ഇൻ ദ ഹീബ്രൂസ്. എബ്രായ ലേഖനത്തിലെ 4ാമത്തെ മുന്നറിയിപ്പ്. നമ്മൾ പ്രധാനമായിട്ട് ആ മുന്നറിയിപ്പാണ് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ കാണുകയുണ്ടായി എന്താണ് മുന്നറിയിപ്പ്. സ്റ്റെഡ് ഫാസ്റ്റ്, നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. നിലനിൽക്കേണ്ട ആവശ്യതയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്യാഗത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ, അപ്പോസ്റ്റസി. ഒരു വലിയ ഡേഞ്ചറായിട്ട് കാണുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതായിരിക്കുന്നത് എബ്രായ ലേഖനത്തിലെ 3ാമത്തെ മുന്നറിയിപ്പിൽ. ആ മുന്നറിയിപ്പ് പ്രധാനമായിട്ട് നമ്മളെ ലീഡ് ചെയ്തുകൊണ്ട് എത്തിക്കുന്നത് അപ്പോസ്റ്റസിയിലാണെന്ന് നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നു. എബ്രായ ലേഖനത്തിലെ 4 മുന്നറിയിപ്പ് വളരെ പെട്ടെന്ന് ഓർമ്മയുള്ളവരത് പറഞ്ഞാട്ടെ. 1ാമത്തെ മുന്നറിയിപ്പ് ഏതായിരുന്നു? വലിയ രക്ഷ നഷ്ടമാക്കിയാൽ എന്ത് പ്രതിഫലം? ഹൗ ഗ്രേറ്റ് ദിസ് സാൽവേഷൻ. 2ാമത്തെ മുന്നറിയിപ്പ് എന്തായിരുന്നു? 2ാമത്തെ മുന്നറിയിപ്പ് 3ാം അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യം. ഡിസ്ഒബീഡിയൻസ് ടു ഗാഡ്സ് വേർഡ്. ദൈവവചനത്തോട് മറുതലിക്കുക. 3ാമത്തെ മുന്നറിയിപ്പ് ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 11. നേരത്തെ വന്നിട്ടില്ലാത്തൊരു പെട്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. 3ാമത്തെ മുന്നറിയിപ്പ് ഹീബ്രൂസ് 5:11. സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റി, പക്വതയില്ലായ്മ, പ്രായപൂർത്തിയിലേക്ക് കടന്നു വരാത്തത്. 4ാമത്തെ മുന്നറിയിപ്പാണ് അപ്പോസ്റ്റസി. അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം. നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, അടുത്തതിന് വേണ്ടി വഴിയൊരുക്കുക. അവിടെ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന പ്രധാനപ്പെട്ട വിഷയം വേഴ്സ് 26 and 27, 26-27 വാക്യം. അവിടെ ആ വാക്യപ്രകാരം വായിക്കുന്നു. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരുകളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമുള്ളൂ. ഒരു വലിയ ഡേഞ്ചറിലേക്ക്, വലിയ അപകടത്തിലേക്ക് എബ്രായ വിശ്വാസികൾ കടന്നു പോകുവാൻ സാധ്യതയുണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ്. ഈ പ്രത്യേകമായിരിക്കുന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച വിഷയം കൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും. അവിടെ നമ്മൾ പഠിച്ചത് ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ഇത് എന്ത് ചെയ്യുന്നു? ദൈവജനത്തെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളെ വിശ്വാസത്യാഗത്തിലേക്ക് കൊണ്ടുപോകുന്നു, അപ്പോസ്റ്റസിയിലേക്ക് കൊണ്ടുപോകുന്നു. ശ്രദ്ധിക്കണേ, ദ വാല്യൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇവിടെ പറയപ്പെടുകയാണ്. ആരോടാണ് ഇവിടെ പറയുന്നത്? അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു വലിയ ഡേഞ്ചർ. ആ ഡേഞ്ചറിനെ കുറിച്ച് അവിടെ പറയുന്നു. ഇനിയും യാഗങ്ങൾ ഇല്ല, ഇനിയും പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ യാഗം നമ്മുടെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിന് സകല പാപങ്ങളെയും പോക്കുവാൻ സാധിക്കുമെങ്കിൽ ഇവിടെ തിരുവചനം പറയുന്നു, ഇപ്രകാരമുള്ളവർക്ക് എന്തില്ല? ഇനി ഒരു യാഗവും ശേഷിപ്പില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കുറഞ്ഞുവെന്നുള്ളതല്ല, അതുകൊണ്ട് പോലും അവർ ഉപയോഗം ഉണ്ടാകുവാൻ സാധ്യതയില്ല. അത് അവർക്ക് ഉപയോഗപ്രദമായി വരികയില്ല. ഞാൻ ഇന്ന് രാത്രി അതിലേക്ക് ആ വിഷയത്തിലാണ് കടന്നു വരുവാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഈവൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന്, യേശുക്രിസ്തുവിൻ്റെ യാഗത്തിന് അവരെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് വിലയുണ്ട്. അത് ഏത് പാപത്തെയും, ഏത് ടൈപ്പ് ഓഫ് പാപിയായിരുന്നാലും യേശുവിന് വിടുവിക്കുവാൻ സാധിക്കുമെങ്കിലും ഈ അപ്പോസ്റ്റസിയിലേക്ക് കടന്നു പോകുന്നവർ രക്ഷപ്പെടുവാൻ സാധ്യതയില്ല.
അവർ രക്ഷപ്പെടത്തില്ല. എന്തുകൊണ്ട് അവർ രക്ഷപ്പെടുവാൻ സാധ്യതയില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഒന്ന് പറയുന്നു, ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിപ്പില്ല. പിന്നീട് എന്താണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്? എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റേണൽ ഡാമിനേഷൻ മാത്രം. അത് ആര് ഒരുക്കി വെച്ചിരിക്കുന്നു? ഗാഡ്, ദൈവമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും താഴെ ആ വാക്യം കൊണ്ട് വെച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾ വീഴ്ത്തപ്പെടുവാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് അവർ മുൻപോട്ട് പോകുകയാണ്. ആരാണോ ഈ പ്രത്യേകതയുള്ളവർ? ആരാണോ ഈ പ്രധാനപ്പെട്ട കൂട്ടം? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒരിക്കൽ കൂടെ മഹത്വം പറഞ്ഞാട്ട്. ഇവിടെ പറയപ്പെടുന്ന ആ വാക്യം ഇപ്രകാരം പറയുന്നു, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം. അപ്പോൾ ഈ ആൾക്കാരെന്ന് പറയുന്ന ഒരു സാധാരണപ്പെട്ട വ്യക്തികളല്ല. അവർക്ക് എന്ത് ലഭിച്ചവരാണ്? ഒരു സമയത്ത് സത്യത്തിൻ്റെ പരിജ്ഞാനം അവർ പ്രാപിച്ചവരാണ്. സത്യം എന്തെന്ന് അവർ മനസ്സിലാക്കി. എന്താണ് പരിജ്ഞാനം എന്തെന്നുള്ളത് അവർ മനസ്സിലാക്കി. ഈ മനസ്സിലാക്കിയ കൂട്ടർക്കാണ് അപ്പോസ്റ്റസിയിലേക്ക് പോകുവാൻ സാധ്യതയുള്ളത്. വായിച്ചാട്ട്, എന്താണ് ജ്ഞാനം? കൊളോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 2. അവ ക്രിസ്തു എന്ന ദൈവമർമ്മം. ക്രിസ്തു എന്ന് പറയുന്നത് ദൈവമർമ്മമാണ്. ഇറ്റ്സ് എ മിസ്റ്ററി. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ മിസ്റ്ററി. അതൊരു മർമ്മമാണ്. അത് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. യേശുക്രിസ്തു എന്ന മർമ്മം താഴോട്ട് വായിച്ചാട്ട് പറയപ്പെടുന്നു, അതാണ് വാസ്തവത്തിൽ പരിജ്ഞാനം. യേശുക്രിസ്തു ആണ് പരിജ്ഞാനം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ആരാണ് സത്യം, എന്താണ് ഇവർ മനസ്സിലാക്കിയത്, ആരാണ് കർത്താവായ യേശു എന്നുള്ളത് ഇവർ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അതിൻ്റെ ഇവരുടെ ക്വാളിറ്റിയെക്കുറിച്ച് താഴത്തെ വാക്യം പഠിപ്പിക്കുന്നു. ദൈവം അനുവദിക്കുന്ന നമ്മൾ അത് പിന്നീട് നമ്മൾ എടുക്കുന്നതായിരിക്കും. ആ വാക്യം ഞാൻ ഓർപ്പിക്കട്ടെ. 29 വാക്യം, വേഴ്സ് 29, ഹീബ്രൂസ് ചാപ്റ്റർ 10. അവിടെ പറയപ്പെടുന്ന വാക്യം ഇപ്രകാരമാണ്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ. നിങ്ങൾ മനസ്സിലാക്കണം എവിടേക്ക് ഇവർ കടന്നു വന്നു. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച കൂട്ടമാണ് ഈ ഒരു താഴ്ന്ന തകർന്നതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നത്. വളരെ പരിതാപകരമായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരായിരുന്നു. എന്താണ് അവർക്ക് സംഭവിച്ചത്? അവിടെ പറയപ്പെടുന്ന വാക്യം ഇതാണ്, ദൈവപുത്രനെ അവർ ചവിട്ടിക്കളഞ്ഞു. നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും, കർത്താവായ യേശുക്രിസ്തുവിനെ അവർ പുറങ്കാല് കൊണ്ട് തട്ടി. ആര്? ഒരിക്കൽ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചവർ. ഇപ്പോൾ എന്താ പുറങ്കാല് കൊണ്ട് തട്ടാൻ കാരണം? ഈ യേശുവിനെ എനിക്ക് ആവശ്യമില്ല. ഇവരിൽ എന്താണ് വ്യാപരിച്ചത്? എ സ്പിരിറ്റ് ഓഫ് റെബല്യൻസ്. ഒരു റെബല്യസ് സ്പിരിറ്റാണ് ഇവരിൽ വ്യാപരിക്കുവാൻ ഇടയായിത്തീർന്നത്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് പ്രാപിച്ചതായിരിക്കുന്ന നന്മ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പക്കൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന നന്മയെ ഓർക്കാതെ അത് തങ്ങളുടേതായിരിക്കുന്ന കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നതായിരിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് ഈ പ്രിയപ്പെട്ടവർ കടന്നു വന്നു. അവിടെ പറയപ്പെടുന്ന വേർഡ്, ദൈവപുത്രനെ അവർ ചവിട്ടിക്കളഞ്ഞു. 2, തന്നെ ശുദ്ധീകരിച്ച നിയമരക്തം മലിനമെന്ന് കണ്ടു. ഇതിന് യാതൊരു വിലയുമില്ല. യേശുവിൻ്റെ രക്തം, there is no value in it. അതിനകത്തൊരു വിലയും ഉണ്ടെന്നവർ കാണുന്നില്ല. ഒരിക്കൽ തങ്ങൾക്ക് ശുദ്ധീകരണം പ്രാപിച്ചതാണ്, ഒരിക്കൽ വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവന്നതാണ്. എന്നാൽ ഇപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഇതിന് യാതൊരു വിലയും കാണുന്നില്ല. അത് മാത്രമല്ല, കൃപയുടെ ആത്മാവിനെ അവരെന്ത് ചെയ്തു? നിന്ദിക്കുന്നു. ഡിസ്പൈസ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ ഡിസ്പൈസ് ചെയ്യരുത്, നിന്ദിക്കരുത്, അവഗണിക്കരുത്. അവനാലല്ലോ വീണ്ടെടുപ്പെന്നായി മുദ്രയിട്ടിരിക്കുന്നത്. ഈ കൂട്ടർക്ക് എന്ത് സംഭവിച്ചു? ഈ 3 കാര്യങ്ങളിലേക്ക് അവർ താഴുവാനായിട്ടിടയായിത്തീർന്നു. ആരാണ് ഈ കൂട്ടർ? ഒരിക്കൽ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചവർ, യഥാർത്ഥമായി സത്യമെന്തെന്ന് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നവർ, സത്യത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യമായി തീർന്നവർ, അഥവാ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് നിൽക്കുവാൻ സാധ്യതയുണ്ടായി നിന്നവർ. ആ നിന്നവരാണോ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഏത് വിധേന ജീവിച്ചാലും ഒരു പ്രശ്നം വരത്തില്ല. അവസാനം കണക്ക്
കണക്കുകൊടുത്താൽ മതി. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥയെന്ന് പറയുന്നത് ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും വളരെ പരിതാപകരമായിരിക്കും. ഈ ഭൂമിയിൽ എന്തുകൊണ്ട് പരിതാപകരമായിരിക്കും? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് നീങ്ങിയ ശേഷം നീരില്ലാത്ത സ്ഥലങ്ങൾ കൂടെ സഞ്ചരിച്ച് ഞാൻ വിട്ടുപോകുന്ന ഭവനത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞ് മടങ്ങി വന്നപ്പോൾ ആ ഭവനം അടിച്ചുവാരി ശുദ്ധിയുള്ളതായിട്ട് കണ്ടു. അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളുമായിട്ട് വന്ന് ആ ഭവനത്തിൽ കടന്ന് അവൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി മുൻപിലത്തേനേക്കാൾ വളരെ പരിതാപകരമായി. എന്താ സംഭവിച്ചത്? നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് ജീവിതത്തിൽ സ്ഥാനമില്ലാതെ, ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാതെ ഒരു ദൈവ പൈതൽ ജീവിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ വളരെ വിലയുള്ള ഭാഗം കർത്താവായ യേശു ക്രിസ്തു ആകുന്നില്ല എങ്കിൽ, അവരുടെ ഹൃദയത്തിൻ്റെ ഇരിപ്പിടം കർത്താവിന് വേണ്ടി കൊടുക്കുന്നില്ല എങ്കിൽ, ദൈവമക്കൾ മനസ്സിലാക്കിക്കോണം, മറ്റാരെങ്കിലും ആ സ്ഥലം വന്ന് കൈവശമാക്കും. നിങ്ങൾ മനസ്സിലാക്കണം, എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ദുഷ്ടപിശാച് ശരിയായിട്ട് നമ്മെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാരണവശാലും എന്നെയോ നിങ്ങളെയോ തൊടുവാൻ ദുഷ്ടപിശാച് അവകാശമില്ല. എന്നാൽ ഞാനൊരു വഴി തുറന്നു കൊടുക്കുകയാണെങ്കിൽ ആ വഴിയിൽ കൂടെ പിശാചിന് കയറുവാൻ സാധിക്കും. ഞാൻ ആ വഴി തുറന്നു കൊടുക്കാത്തിടത്തോളം കാലം ദുഷ്ടന് എൻ്റെ മുൻപിൽ യാതൊരു സ്ഥാനവുമില്ല. ഇയ്യോബിൻ്റെ മുൻപിൽ വേലി കെട്ടി അടച്ചതുപോലെ, സ്വർഗ്ഗത്തിലെ ദൈവം വേലി കെട്ടി അടച്ചതുപോലെ നമ്മുടെ ദാഹിക്കുന്ന എല്ലാ മേഖലകളിലും കൃപയാൽ ദൈവം തന്നെ വേലി കെട്ടി അടച്ചിരിക്കുക. ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്, ഒരൊറ്റ സെക്കൻഡ് മതി എല്ലാം തകർന്നു പോകാൻ. എല്ലാം സുരക്ഷിതമെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്താണ് ചില തകർച്ചകൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മളെ പരിപാലിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മളെ കാവൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണോ ഇന്ന് നാം പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത്. ദൈവമക്കൾ മനസ്സിലാക്കണം, ഇയ്യോബിൻ്റെ 5 മേഖലകൾ ദൈവം രക്തം കൊണ്ട്, അല്ലെങ്കിൽ താൻ കഴിച്ചു മാറിയ യാഗരക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട് വെച്ചതുപോലെ, അത് തനിക്കൊരു അഭിമാനമായി തീരുവാൻ കാരണമായി തീർന്നതുപോലെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ഒന്നും പുകഴുവാനില്ല, എനിക്കും നിങ്ങൾക്കും ഒന്നും പ്രശംസിപ്പാനില്ല. എൻ്റെയോ നിങ്ങളുടെയോ വിശുദ്ധ ജീവിതമല്ല ദൈവം എന്നെയും നിങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹാകരുണയാണെന്നുള്ളത് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു പക്ഷെങ്കിൽ ഞാൻ ചിന്തിക്കുമായിരിക്കാം, മറ്റുള്ളവരെക്കാൾ ഞാൻ വളരെ വിശുദ്ധനായി. അതിൻ്റെ അർത്ഥം സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ നോക്കുമ്പോൾ ഞാൻ വിശുദ്ധനാണെന്നല്ല. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് മുൻപാകെയാണ് ഞാൻ കണക്ക് കൊടുക്കേണ്ടതെന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോണം, ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാൻ കണക്ക് കൊടുക്കേണ്ടതെങ്കിൽ ദൈവമാണ് എന്നെ കാണുന്നത് മനസ്സിലാക്കി, ദൈവമായിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം എന്നെ കാണുന്നത് മനസ്സിലാക്കി, ദൈവത്തോടാണ് ഞാൻ കണക്ക് കൊടുക്കേണ്ടത്. ഞാൻ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എൻ്റെ ജീവിതം ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ എന്തായിരിക്കുന്നു, ആ ദൈവത്തിൻ്റെ ഹോളിനെസ്സുമായിരിക്കുന്ന ബന്ധത്തിൽ എൻ്റെ ഹോളിനെസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് യെശയ്യാ വാവിട്ട് നിലവിളിക്കുന്നത്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ. ഈ ഒരു നിലവിളി ഉയരണമെങ്കിൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെ കാണാതെ പറ്റത്തില്ല. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം എന്ത് സംഭവിച്ചു? അപ്പോസ്റ്റസിയിലേക്ക്, വിശ്വാസത്യാഗത്തിലേക്ക് കടന്നു പോകുകയാണ്. ഒരിക്കൽ ചുംബിച്ചത് എടുത്ത് ഇതെനിക്ക് അഭിമാനമെന്ന് പറഞ്ഞത്, യേശു എനിക്ക് അഭിമാനമെന്ന് പറഞ്ഞത്, ഇന്ന് പുറംകാലം കൊണ്ട് തട്ടുവാനുള്ള കാരണം മറ്റൊന്നുമായിരുന്നില്ല. അവസ്ഥയിൽ നിന്ന് പരിപൂർണമായിട്ട് അവർ മാറ്റപ്പെട്ടു. എന്താ ഇതിന് കാരണമായിരിക്കും? നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ദാസൻ പത്രോസിപ്പാറ് വെളിപ്പെടുത്തുന്നുണ്ട്. 2 Peter chapter 2 verse number 21 and 22, 21-22 വാക്യം വളരെ വാല്യുബിൾ ആയിരിക്കുന്ന ഒരു വാക്യമാണത്. തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയുടെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ, ശ്രദ്ധിക്കുക, അതറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പിന്മാറ്റത്തിൻ്റെ ജീവിതമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ നാശത്തിൻ്റെ ജീവിതമാണ്. ഒരു രീതിയിലും ദൈവത്തിന് മുൻപിൽ നമ്മുടെ ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് പിന്നോട്ട് പോകുവാൻ പറ്റത്തില്ല. പിന്നോട്ട് പോകുന്നത് നമുക്ക് അനുഗ്രഹമല്ല, മുൻപോട്ട് പോകുന്നത് നമുക്ക് അനുഗ്രഹമായിരിക്കും. ഇവിടെ പറയുന്നു, വിശുദ്ധമായിരിക്കുന്ന ഒരു വഴി,
നീതിയുടെ വഴി ഞാൻ അറിഞ്ഞ ശേഷം, താഴോട്ടൊന്നൊരു ഒരിക്കൽ കൂടെ വായിച്ചാട്ട്, വിട്ടുകളയുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ആ മനുഷ്യൻ ആര്? വേദപുസ്തകം പറയുന്നു, യെസ്, സ്വന്തം ശബ്ദിക്ക് തിരിഞ്ഞ നായെ പോലെ എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ വായിൽ നിന്ന് വിട്ടുകളഞ്ഞ, ഉള്ളത്തിൽ നിന്ന് എടുത്തു കളഞ്ഞത്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് തിരിച്ച് തിന്നുന്നതായിരിക്കുന്ന ഒരു ജനമായിട്ടാണ് ഈ ജനത്തെ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഹീനമായിരിക്കുന്ന ഒരു കാര്യം, വളരെ നികൃഷ്ടമായിരിക്കുന്ന, ഒരു രീതിയിലും അഭിനന്ദിക്കുവാൻ സാധിക്കാത്തതായിരിക്കുന്ന, ഒരു രീതിയിലും പുറത്ത് പറയുവാൻ പോലും സാധിക്കാത്തതായിരിക്കുന്ന, അത്രമാത്രം ഹീനമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ താഴുകയാണ്. അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയുന്നു, എൻ്റെ ദൈവമേ, അവർ ഈ വഴി അറിഞ്ഞിരുന്നെങ്കിലെങ്കിൽ കൊള്ളായിരുന്നു. ഈ വഴി അറിയാതെ ജീവിക്കുന്നതായിരുന്നു നല്ലത്. എന്താണ് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ഇത്രമാത്രം വാല്യുബിൾ ആയിരിക്കുന്ന കർത്താവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയവൻ എന്ന് മനസ്സിലാക്കി, എൻ്റെ ജീവിതത്തിൽ സകലത്തെക്കാൾ സകലതുമെന്ന് മനസ്സിലാക്കി, എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും യേശുവിനെ ഞാൻ പിൻപറ്റുമെന്ന് പറഞ്ഞിട്ട് എന്താ ഈ പിന്നോട്ട് പോകാനുള്ള കാരണം? ഇത് ഒരു ദിവസം കൊണ്ട് കടന്നു വരുന്ന ഒരു സ്റ്റെപ്പല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് ആകസ്മികമായിരിക്കുന്ന ഒരു പാപം അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിൽ, അത് എത്രമാത്രം വലിയ പാപങ്ങളും ആയിക്കൊള്ളട്ടെ, എങ്കിലും അവന് രക്ഷപ്പെടുവാൻ സാധിക്കും. കാരണം ആകസ്മികമായിട്ട് പെട്ടെന്ന് കടന്നു വന്ന പാപം, ഈ പാപത്തിന് എന്ത് പ്രത്യേകതയുണ്ടെന്നറിയാമോ? ആ വ്യക്തിക്ക് ആ പാപത്തെക്കുറിച്ച് ഭയങ്കര ഭാരമുണ്ടായിരിക്കും. എന്നാൽ വിഷയം അവിടെയല്ല നിൽക്കുന്നത്. ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, പടിപടിയായിട്ട് ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ നിന്ന് അകന്ന് 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 ലോകത്തോടുള്ള ബന്ധത്തെ അടുപ്പിച്ച് മുൻപോട്ട് കടന്നു പോകുമ്പോൾ, ഒരു സ്റ്റെപ്പിലേക്ക് കടന്നു വരുമ്പോൾ, പിന്നെ ദൈവപുത്രനെ കൊണ്ട് ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരിക. എന്താ ഇതിന് കാരണമായിരിക്കുന്നത്? അടിസ്ഥാനപരമായിരിക്കുന്ന കാരണമെന്ത്? ദൈവത്തിൻ്റെ തിരുവചനപ്രകാരം പറയുന്നു, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ എന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിൽഫുൾ സിൻ, മനഃപൂർവ്വം പാപം ചെയ്യുക. നോട്ട് ചെയ്താട്ട്, വിൽഫുൾ സിൻ അഥവാ പ്രശംസ്യ സിൻ. ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു പാപമാണോ ഈ പാപം? നിങ്ങൾ മനസ്സിലാക്കണം, ആദാമിൻ്റെ പാപം കൊണ്ട് എന്ത് സംഭവിച്ചു? ആദാം ഏദൻ തോട്ടത്തിന് വെളിയിലായി, എങ്കിലും തിരിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാൻ ആദാമിന് സാധിച്ചു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പാപത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ഇതിൽ നിന്ന് ഒരിക്കൽ പോലും രക്ഷപ്പെടുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. വേദപുസ്തകം ഒത്തിരി തെളിവുകൾ ഈ സ്വമേധ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, വിൽഫുൾ സിന്നെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മളെ ഭാഗത്തൊക്കെ കണ്ടിട്ടുള്ളത് ഏതെല്ലാം അവസ്ഥകളിൽ ദൈവമക്കളായിരുന്നവർ സ്വമേധ പാപത്തിലേക്ക് കടന്നു പോകുന്നുവോ അവിടെയെല്ലാം അവർ നശിച്ചിട്ടുണ്ട്, ആരും എഴുന്നേറ്റിട്ടില്ല. ദൈവം അടിസ്ഥാനപരമായിട്ട് ഏറ്റവും വെറുക്കുന്ന ഒരു പാപമാണോ ഈ പ്രസംഷ്യസിൻ, സ്വമേധ അഥവാ വിൽഫുൾ സിൻ എന്ന് പറയുന്നത്? എന്താ ഈ പ്രത്യേകമായിരിക്കുന്ന വിഷയം? ഒരു വാക്യത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകട്ടെ, ഒന്ന് വായിച്ചിട്ട് അതിനാധാരമായിട്ട് 19-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യം, Psalms 19:13. ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വേർഡ്. ദാവീദിന്റെ ജീവിതത്തിൽ പാപം കടന്നു വന്നപ്പോൾ ദാവീദ് ദൈവത്തോട് ഇപ്രകാരം യാചിച്ചു, എൻ്റെ ദൈവമേ, ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ശരീരത്തെ, എൻ്റെ ഹൃദയത്തെ ഹിമത്തേക്കാൾ നിർമ്മലമാക്കണമേ. തൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വന്നത് ശുദ്ധീകരിക്കാൻ തക്കവണ്ണം ദാവീദ് ദൈവത്തോട് യാചിച്ചുവെങ്കിൽ, ഇവിടെ ദാവീദ് യാചിക്കുന്നത് ഞാൻ ചെയ്തു പോയ പാപത്തെ എന്നിൽ നിന്ന് മാറ്റണമേ എന്നല്ല. ഇവിടെ ദാവീദ് പറയുന്ന വേർഡ് ഇതാണ്, സ്വമേധ പാപത്തെ അകറ്റി അടിയനെ കാക്കണമേ. സ്വമേധ പാപം എൻ്റെ ജീവിതത്തിൽ കടന്നു വരരുത്, അതെൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ വാഴുവാൻ ഇടയാകരുത്, അതിൻ്റെ എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകുവാൻ ഇടയാകരുത്. അപ്പോൾ ഞാൻ നിഷ്കളങ്കനും പാതകരഹിതനുമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ദാവീദ് ഭയപ്പെട്ടതും ദാവീദ് ദൈവത്തോട് ചോദിച്ചതുമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാപം, അതിലേക്ക് ദൈവമേ എന്നെ നീ കടത്തിവിടരുത്, എന്നെ അങ്ങോട്ട് നീ വിടരുത്, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇടയാകണം, അതിൽ നിന്ന് സംഭവം എനിക്ക് വിടുതൽ വേണം, അത് ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പാപമാണ് ഈ വിൽഫുൾ സിൻ. നമ്മളോട് വളരെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു പാപമാണ്. അത് ആരുടെയും ജീവിതത്തിൽ കടന്നു വരുവാൻ സാധിക്കും, ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധിക്കും. എന്നാൽ ഇത്രമാത്രം അടുത്തിരിക്കുന്നതും എൻ്റെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് എനിക്ക് അതെന്നെ അടിമപ്പെടുത്തുവാൻ സാധിക്കുന്നതുമായിരിക്കുന്ന ഇത്രമാത്രം ഭയാനകമായിരിക്കുന്ന ഒരു പാപത്തെ ദാവീദ് ദൈവത്തോട് യാചിക്കുന്നു, ദൈവമേ അതിൻ്റെ മേൽ വാഴരുതേ. ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണ്. ഞാനും നിങ്ങളും ഈ പാപത്തിൻ്റെ അകൽച്ചയെന്ന് പറയുന്നത് 1 ഇഞ്ച് പോലും ഇല്ല എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. എന്താണ് ഈ സ്വമേധാ പാപം? വാട്ട് ഈസ് ദിസ് വിൽഫുൾ സിൻ? എന്താണ് ഈ സ്വമേധാ പാപം? നിങ്ങൾക്കറിയാം, അവിടെ ദാവീദ് അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, വായിച്ചിട്ട് യെശയ്യാ പ്രവചനം 14-ാം അധ്യായം, യെശയ്യാ ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 12 and 13, 12-13 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട് നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് ദൈവം ആക്കി വച്ചിരുന്ന ദൂതന്മാർ, ദൈവത്തെ ആരാധിപ്പാൻ തക്കണം ദൈവം ഒരുക്കി വെച്ച മാർഗ ദൂതന്മാർ, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ എങ്ങനെയാണ് ആ ദൂതൻ പിശാചായി എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്ന വേർഡ്. അരുണോദയ പുത്രനായ ശുക്ര എന്ന് പറയുന്നത് ലൂസിഫറിനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിക്കുന്ന സൈറ്റനെ പിശാചിനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഏഞ്ചലായിരുന്ന ഒരു സ്പിരിറ്റ്, ഇറ്റ്സ് എ സ്പിരിറ്റ് ബോഡി. ശ്രദ്ധിക്കണം എൻ്റെ വേർഡ്, ഇറ്റ്സ് എ സ്പിരിറ്റ് ബോഡി. ഒരു ആത്മീയ ഉള്ളതായിരുന്ന ദൈവത്തിൻ്റെ ദൂതൻ ചില നാളുകൾക്ക് ശേഷമായിട്ട് ഒരു പൈശാചികനായിട്ട് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ പാപത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന്. ഒരു സാധാരണപ്പെട്ട നമ്മളെപ്പോലെ ബലഹീനനായിരിക്കുന്ന മനുഷ്യനായിരുന്നുവെങ്കിൽ നമുക്ക് പലതും പറയാമായിരുന്നു. നിങ്ങൾ ചിന്തിച്ചോണേ, ഇതാരുടെയെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തെ കൂടെ നശിപ്പിച്ചേച്ചേ അത് മാറത്തുള്ളൂ. എന്താ ഇവിടുത്തെ വിഷയം? നിങ്ങൾ താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനിപ്രകാരം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണോ, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? എന്നിട്ട് പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ എന്ത് ചിന്തിച്ചു, ഇവൻ്റെ ചിന്താഗതി എന്താണ്, ഇവൻ എന്താണ് വാസ്തവമായിട്ട് വാഞ്ചിച്ചത്, ദൈവം ഇരുത്തിയിരുന്ന പൊസിഷനിൽ എന്തിവൻ വാഞ്ചിച്ചു. അവിടെ പറയപ്പെടുന്നത് 13-14 വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ 5 പ്രാവശ്യം യൂസ് ചെയ്തൊരു വേർഡ് ഉണ്ട്, ഞാൻ എൻ്റെ. നിങ്ങൾ മനസ്സിലാക്കണം, സ്വമേധാ പാപം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സ്വമേധാ പാപം ഞാനുമായിട്ട് വലിയ ദൂരമില്ലെന്ന് ഞാൻ പറഞ്ഞത്. എന്നോട് വളരെ അടുത്തിരിക്കുന്ന, ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു പാപ സ്വഭാവമാണോ സ്വമേധാ പാപം. ഏതെങ്കിലും സമയത്ത് ഞാൻ എന്നുള്ള ചിന്ത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, എന്താ പിശാചിന് പറ്റിയത്, എന്താണ് ഈ ദൂതന് സംഭവിച്ചത്, ഈ ദൂതൻ പിശാചായി മാറ്റപ്പെടുവാനുള്ള കാരണം ഞാൻ എന്നുള്ള ചിന്ത. ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം കണ്ടത് സ്വമേധാ പാപം, presumptuous sin. എന്താണത്? ദൈവം നമ്മെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ, ദൈവത്തിന് മഹിമയ്ക്ക് വേണ്ടി നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ, അവിടെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തിന് പകരമായിട്ട് എൻ്റെ മഹത്വമാണ് വെളിപ്പെടുന്നതെങ്കിൽ അവിടെയാണ് അത് അക്ഷരീയമായിട്ട് ഒരു പ്രയാസകരമായ വിഷയമായി മാറ്റപ്പെടുന്നത്. എന്ത് വന്നു? എവിടെയെല്ലാം സ്വമേധാ പാപം കടന്നു വന്നിട്ടുണ്ട് അവിടെയൊക്കെ സെൽഫ് ഡൊമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, സെൽഫ് ഡൊമിനേഷൻ എവിടെ കടന്നു വന്നിട്ടുണ്ടോ അത് നമ്മളെ നെക്സ്റ്റ് ലീഡ് ചെയ്യുന്നത് പ്രസംഷ്യസിനിലേക്കാണ്. ശ്രദ്ധിക്കണേ ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണേ. എപ്പോൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സെൽഫ് ഉയർന്നു വരുന്നുണ്ടോ, അതിന് എൻ്റെ ജീവിതത്തിലോ നമ്മുടെ ജീവിതത്തിലോ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ അതിനെ അടുത്ത മൊമെന്റിലേക്ക് ലീഡ് ചെയ്യുന്നത് പ്രശംസസിനിലേക്കായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, പാപം എന്ന് പറയുമ്പോൾ എന്താ ഇവിടുത്തെ വിഷയം? സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ, നമ്മളെല്ലാവരും പാപം ചെയ്യുന്നുണ്ട്.
ദൈവത്തിൻ്റെ കൽപ്പന നാം പലരും ലംഘിക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്നത് പാപമാണെന്ന് അറിയാമെങ്കിലും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്, ഇല്ലയോ? ഉണ്ട്. പാപം ചെയ്യാതെ നീതിമാനായി ജീവിക്കുന്ന ഒരുത്തൻ പോലും ഇന്ന് ഭൂമിയിൽ ഇല്ല. എല്ലാവരുടെ ജീവിതത്തിൽ അവരവരുടെ ബലഹീനതകളുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ എന്താ വിഷയമായിരിക്കുന്നത്? ഇവിടെ നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഈ പാപം, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന അറിഞ്ഞിട്ട് അത് ഞാൻ വിട്ടുകളയുക. എന്നാൽ ഈ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കിയിട്ടും വിട്ടുകളയുന്നുണ്ട്. നമ്മൾ എല്ലാവരും പാപം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, ആദമിൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വന്നു. ആദമിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പാപം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പാപം അതാ. ആദം ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആദമിന് നന്നായിട്ടറിയാം ഇത് ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന, തിന്നരുതെന്ന് കൽപ്പിച്ച ഫലമാണെന്നറിയാം. എങ്കിലും ആദം തിന്നു. ദൈവത്തിൻ്റെ കൽപ്പനയെ വ്യക്തമായിട്ട് ആദം മനസ്സിലാക്കി. ദൈവത്തിൻ്റെ വചനത്തെ വ്യക്തമായിട്ട് ആദം മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആദം ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുക. ദൈവത്തിൻ്റെ, നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്, ദൈവത്തിൻ്റെ കൽപ്പനയെ ആദം പർപ്പസ്ലി ലംഘിക്കുക. നിങ്ങൾക്കറിയാം, ആദമിന് അത് നന്നായിട്ടറിയാം. ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നോ ദൈവത്തിൻ്റെ വചനം കൊടുത്തിരിക്കുമ്പോൾ ഈ വൃക്ഷഫലം തിന്നുന്നതിന് മുമ്പായിട്ട് ആദം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, ഈ വൃക്ഷഫലം തിന്നാൽ ഞാൻ എന്ത് ചെയ്യും? മരിക്കും. എന്നിട്ടും ആദം തിന്നും. പക്ഷെങ്കിൽ ആദം തിന്നത് ഒരു മത്സര ബുദ്ധിയോടെ അല്ല. ആദം തിന്നത് ഒരു ടെംപ്റ്റേഷനിൽ അകപ്പെട്ടിട്ടാ. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്, വാട്ട് ഈസ് വിൽഫുൾ സിൻ. ഞാൻ പറഞ്ഞു വന്നത്, ആദം പരസ്യമായിട്ട് ദൈവം കൽപ്പിച്ച കൽപ്പനയെ ലംഘിക്കുകയായിരുന്നു. ആ പാപത്തിന് ദൈവം ഒരു പേര് കൊടുത്തു. ആ പർട്ടിക്കുലർ പാപം ആദം ചെയ്തുവെങ്കിലും അതിനുശേഷം ചെയ്ത ക്രിയയാണ് ആദമിൻ്റെ ജീവിതത്തിൽ പാപമായിട്ട് ദൈവം കണ്ടത്. അത് ഓഫ് കോഴ്സ് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു എന്നുള്ള പാപമാണ്. പക്ഷെങ്കിൽ പിന്നീട് ആദം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ദാസൻ ഇയ്യോബിൽ കൂടെ ഇപ്രകാരം കാണുന്നുണ്ട്, ആദമിനെ പോലെ ഞാൻ ലംഘനത്തെ മൂടിയിരുന്നുവെങ്കിൽ. അപ്പോൾ ആദം ചെയ്തത് എന്താ? പാപം ചെയ്തിട്ട് ആ ചെയ്ത പാപത്തെ എന്ത് ചെയ്തു? കവർ ചെയ്തു. എന്നാൽ ഈ പാപം ചെയ്തപ്പോൾ ആദ്യം ഫസ്റ്റ് തിങ് പാപം ചെയ്തു, ദൈവത്തിൻ്റെ വചനം ലംഘിച്ചു. അത് വചനമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ലംഘിച്ചത്. പിന്നെയും ദൈവം രക്ഷിക്കുവാനുള്ള കാരണം ആദം ചെയ്തത് ഒരു ഒരു വിൽഫുൾ സിൻ ആയിരുന്നില്ല. പകരം ആദം ഒരു ടെംപ്റ്റേഷനിൽ കൂടെ കടന്നുപോയി. ശ്രദ്ധിക്കണേ, നാളെ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ വിൽഫുൾ സിന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് വെറുതെ കിടന്ന് ബഹളം വെക്കരുത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ടെംപ്റ്റേഷൻ ഉണ്ട്. ആ ടെംപ്റ്റേഷൻ നമ്മൾ അടിമപ്പെടുന്നുണ്ട്. അടിമപ്പെടുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം, ഐ ആം ഡിസൊബേയിങ് ദ കമാൻഡ്മെന്റ് ഓഫ് ഗാഡ്. സ്റ്റിൽ ഞാനത് ചെയ്യുന്നു. എന്താ അത് ചെയ്യാനുള്ള കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ടെംപ്റ്റേഷൻ. അതൊരു വിൽഫുൾ സിൻ അല്ല. എന്നാൽ ഇവിടെ വിൽഫുൾ സിൻ എന്ന് പറയുന്നത്, വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനയെ ഞാൻ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ഞാൻ മനസ്സിലാക്കി, എന്നിട്ട് അതിനെ ഞാൻ ധിക്കാരപൂർണമായിട്ട് ഞാൻ എതിർക്കുക. ഒരു ധിക്കാരം അതിനകത്തുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ദിസ് ക്രൈസ്റ്റ്. എനിക്ക് ആ രക്തത്തിൻ്റെ ആവശ്യമില്ല. എന്താ ഈ ആത്മാവ്? ദർ ഇസ് നത്തിങ്. എന്താ സംഭവിച്ചു വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ആക്ച്വലി സംഭവിക്കുന്നത് എ സ്പിരിറ്റ് ഓഫ് റെബല്യസ്. നിങ്ങൾ മനസ്സിലാക്കിയോണേ, ഒരു റെബല്യൻ സ്പിരിറ്റ് ആരുടെയെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അതൊരു വലിയ ദോഷത്തിനും നാശത്തിനും കാരണമായിരിക്കും. കാരണം റെബല്യസ് സ്പിരിറ്റ് നമ്മളെ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ ലീഡ് ചെയ്യും. നമ്മൾ പോലും എക്സ്പെക്റ്റ് ചെയ്യത്തില്ല, നമ്മൾ പോലും ചിന്തിക്കത്തില്ല. പല തെറ്റുകളിലേക്ക് കടന്നു പോകുവാൻ അതിനിടയായിത്തീരും. എന്താ ഇവിടുത്തെ വിഷയം? എന്ത് പറ്റി ലൂസിഫറിന്? എന്ത് പറ്റി? തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ ആക്കിയിരിക്കുന്ന അവസ്ഥയിലിരിക്കെ, ദൈവം തന്നെ ആക്കിയിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുവാൻ താൻ ആഗ്രഹിക്കാതെ ഞാനെന്നുള്ളത് തൻ്റെ ജീവിതത്തിൽ ഉയർന്നു.
ഒരു സെൽഫ് ഈ ലൂസിഫർ ഉയരുവാനിടയായി തീർന്നു. ഞാൻ സ്വർഗ്ഗോന്നതങ്ങളിലേക്ക് കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും, എൻ്റെ സിംഹാസനം ഞാൻ അവിടെ വെക്കും, ഞാൻ ഉത്തരദിക്കിലിരുന്ന് വാണരുളും എന്ന് വേണ്ട. ഇവിടെ മുഴുവൻ നമ്മൾ കാണുന്നത് ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കേണ്ടതായിരിക്കുന്ന ലൂസിഫർ ഇപ്പോൾ ദൈവത്തെക്കാൾ ഉയർന്നൊരവസ്ഥയിലേക്ക്, ദൈവത്തെ വിട്ടുമാറ്റി ഞാനെന്നുള്ള ചിന്തയിലേക്ക് കടന്നു വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, വിൽഫുൾ സിന്നിൻ്റെ അല്ലെങ്കിൽ സ്വമേധാ പാപത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ദ ബേസിക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആയി. ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാനെന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു നാശമായിരിക്കും. 1, 2, 3 തെളിവുകൾ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വായിച്ചാട്ട ഒരു വാക്യം, നമ്പേഴ്സ് ചാപ്റ്റർ 15 വേഴ്സ് 31. അവൻ യഹോവയുടെ വചനം ധിക്കരിച്ച് അവൻ്റെ കൽപ്പനകളെ ലംഘിച്ച്, എന്താ അവിടെ മുകളിലത്തെ വാക്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണത്തെ അവിടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കാരപൂർണമായിട്ട് എതിർക്കുന്ന ആരെങ്കിലും വ്യക്തിക്ക് ദൈവം കൊടുക്കുവാൻ ആഗ്രഹിച്ചതായിരിക്കുന്ന ശിക്ഷാവിധി അവിടെ വെളിപ്പെടുകയാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ വചനം എന്തിനു വേണ്ടി ഒരു അന്യദൈവത്തെ കൊണ്ടുവെക്കുന്നു, അന്യദൈവത്തെ കൊണ്ട് വെച്ചുകൊണ്ട് ആരാധിക്കുന്ന ആർക്കും ഇസ്രായേലിനുണ്ടായാൽ ദൈവം പറയുന്നു, അവനെ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയണം. എന്താ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ദൈവത്തിൻ്റെ വചനത്തെ അവൻ ധിക്കരിക്കുക, അവൻ റിബല്യനാകുക. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ചതിയാൽ, ഒരു ടെംപ്റ്റേഷൻ കൊണ്ട്, നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത കൊണ്ട് ഒരു പാപം കടന്നു വരുന്നു അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഞാൻ റിബല്യനാകുക. ആ വചനത്തിനോ എൻ്റെ ജീവിതത്തിൽ സ്ഥാനം വേണ്ട. ആ ദൈവത്തിൻ്റെ വചനം ഞാൻ അനുസരിക്കേണ്ട, ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. എനിക്കെൻ്റെ വഴിയുണ്ട്. എന്താ ഇവിടുത്തെ വിഷയം പറഞ്ഞത്? ദൈവം മോശയിൽ കൊടുപ്പാര പറയുക, യഹോവയുടെ ദൈവം കൊടുത്ത കൽപ്പനയെ മനസ്സിലാക്കിയിട്ട് അതിനെ ലംഘിക്കുന്നവനെ എന്ത് ചെയ്യണം? അവനെ നിർമൂലമാക്കി കളയണം. ജീവനോടെ വെക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അവനെ പരിപൂർണമായിട്ട് നശിപ്പിച്ച് കളയുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ഈ പ്രശംസൻ അത്രമാത്രം ഭയാനകമായിരിക്കുന്ന ഒന്നാണ്. വായിച്ചാട്ട് ഒരു വാക്യം കൂടെ പെട്ടെന്ന്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. എന്താണ് വിൽഫുൾ സിൻ? ഞാൻ പറഞ്ഞു, ആദ്യത്തെ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ വചനത്തെ നാം എന്ത് ചെയ്യുക? റിബല്ല് ചെയ്യുക, നമ്മൾ ധിക്കരിക്കുക. ധിക്കാരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വിൽഫുൾ സിന്നിൽ പ്രധാനമായിട്ടുള്ളത് ഐ എന്നുള്ള ഭാവമുണ്ട്, അതോടൊപ്പം തന്നെ പ്രൈഡ്, അഹങ്കാരം. അതുകൊണ്ടാണ് ഇത് ഒരു വലിയ സീരിയസ് സിന്നായിട്ട് വരുന്നത്. അഹങ്കാരത്തിൽ നിന്നാണ് ഈ വാക്കുകൾ കടന്നു വരുന്നത്. നിങ്ങൾക്കറിയാം, ഈ പിശാച് ലൂസിഫർ പറഞ്ഞ വേർഡ്, ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറി ചെല്ലും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനം മുകളിൽ വെക്കും എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? തൻ്റെ ജീവിതത്തിൽ അവിടെ എന്തുണ്ടായി? ഒരഹങ്കാരമുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കിയോണേ, ഒരു വലിയ ദോഷത്തിൻ്റെ ഒരു വിഷയമാണ് അത്. വായിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ വാക്യം 21:14. രണ്ടാമത് എന്താണ് വിൽഫുൾ സിൻ? പ്ലാൻഡ് സിൻ, പർപ്പസ്ഫുള്ളി. അവിചാരിതമായിട്ടൊന്നും ചെയ്തതല്ല, ഇറ്റ്സ് വെൽ പ്ലാൻഡ്. വളരെ ഭംഗിയായിട്ട് പ്ലാൻ ചെയ്തു. നേരത്തെ തന്നെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു, അവർക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ മനസ്സിലാക്കി, അതിനനുസരണമായിട്ട് അവർ പ്ലാൻ ചെയ്തു. വെൽ പ്ലാൻഡായിട്ട് ചിലത് ചെയ്യുന്നു. എന്തുവാ ഇവിടെ ചെയ്യുന്നത്? പ്രധാനമായിട്ട് ശ്രദ്ധിച്ചോണേ, ഇവിടെ ഒരു മനുഷ്യനെ കൊന്നുവെന്നുള്ളതല്ല വിഷയം. എന്തുവാ വിഷയം? ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ കൽപ്പനയെ എതിർക്കുവാൻ തക്കവണ്ണം അവരെന്ത് ചെയ്തു? ഒരു പ്ലാൻ ചെയ്തു. അതാ ഇവിടുത്തെ വിഷയം. ഇന്ന് നിങ്ങൾക്കറിയാം, ആരെങ്കിലും കരുതിക്കൂട്ടി കൊല്ലുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ദൈവം ഇന്ന് അവർക്ക് രൂപാന്തരം വരുത്തി ദൈവം ശക്തമായിട്ട് അവരെ എടുത്തുപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ പല കൊലകൾ വളരെ പ്ലാൻഡായിട്ട് ചെയ്തവരൊക്കെ പലരും ഇന്ന് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പാത്രങ്ങളാണ്.
എന്തുകൊണ്ടാണ് ദൈവം അവരെ രക്ഷിച്ചെന്നറിയാം. അവർ പ്ലാൻഡ് ചെയ്താണ് അവർ കൊന്നതെങ്കിലും അവരെന്ത് ചെയ്തതല്ലായിരുന്നു. ദൈവമായിട്ട് അവർക്കൊരു ബന്ധമില്ലായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തോടൊരു ബന്ധമില്ലായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തെ അവർ പേർപ്പസ്ഫുള്ളി എന്ത് ചെയ്യല്ലായിരുന്നു, ധിക്കരിക്കുകയല്ലായിരുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? അത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുവാൻ തക്കവണ്ണം അവർ പ്ലാൻ ചെയ്തു. പ്ലാനിങ്ങോടുകൂടി അവർ മുൻപോട്ട് കടന്നുപോയി. അതിനനുസരണമായിട്ടൊരു പ്രവൃത്തിയിലേക്ക് അവർ കടന്നു വന്നു. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അങ്ങനെയുള്ളവനെ എന്ത് ചെയ്യണം? നിർമൂലമാക്കി കളയണം. വെക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ലേ? മൂന്നാമത്തെ പോർഷനിലേക്ക് കടന്നു വരട്ടെ. നിങ്ങളത് വായിച്ചിട്ട് അതിൻ്റെ ഡ്യൂട്ടോണമി ചാപ്റ്റർ 1, ആവർത്തന പുസ്തകം 1-ാം അധ്യായം 41 മുതൽ 43 വരെ, 41 to 43. നിങ്ങൾക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയട്ടെ. ഇസ്രായേൽ മക്കളോ 12 പേരെ സെലക്ട് ചെയ്ത് വാഗ്ദത്ത കനാൻ നാട് ഒറ്റുനോക്കുവാനായിട്ട് അയച്ചു. ആ 12 പേരും തിരിച്ചു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, വാസ്തവമായിട്ട് ആ ദേശം പാലും തേനും തന്നെയാണ് എങ്കിലും നമുക്ക് ആ ദേശം കൈവശമാക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ അനാക്യമല്ലന്മാരെ ഞങ്ങൾ അവിടെ കണ്ടു. നമ്മൾ അവരുടെ മുൻപിൽ വെറും ഇരയായി പോകും, നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് പോകണ്ട. ബാക്കിയുള്ള എല്ലാവരുടെയും ഹൃദയത്തെ അവർ ഇളക്കി. അവരെല്ലാം കൂടെ ഒരുമിച്ച് മോശയ്ക്കെതിരായിട്ട് തിരിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശയെ, ഞാൻ ഒരു കാര്യം ചെയ്യുക. ഇസ്രായേൽ മക്കൾ 40 ദിവസം കൊണ്ട് അവകാശമാക്കേണ്ടത് 40 വർഷം ഞാൻ അവ കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കിയോണേ, പല പാപങ്ങൾ നമ്മുടെ അനുഗ്രഹത്തെ മുൻപോട്ട് നീട്ടും. പെട്ടെന്ന് പ്രാപിക്കേണ്ട പല കാര്യങ്ങളും മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. കാരണം ദൈവം നമ്മൾ കൂടെ ചിലത് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എന്താ ഇവിടുത്തെ വിഷയം എന്നാ? ഇവിടെ നമ്മൾ കണ്ടത് ദൈവം അപ്രകാരം നീട്ടിക്കൊടുത്തപ്പോൾ ഇസ്രായേൽ മക്കൾ ഒരു കൂട്ടം ആൾക്കാർ അവരെന്ത് ചെയ്തു? അവരൊന്ന് പ്ലാൻ ചെയ്തു. ഈ മല അങ്ങോട്ട് കയറിയാൽ വാഗ്ദത്ത നാടാ. നേരെ പോയിട്ട് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുത്തതും കഴിഞ്ഞ നാളുകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന ഈ ദൈവത്തിന് തീർച്ചയായിട്ടും ഞങ്ങളെ രക്ഷിപ്പാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലെങ്കിലും അവരെങ്ങനെ കയറി? മല കയറുവാൻ തുടങ്ങി. വായിച്ചോട്ടെ, ഇനി അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. അഹമ്മദിയോടെ വിൽഫുള്ളി വിത്ത് പ്രൈഡ്, അഹങ്കാരത്തോടുകൂടെ, അഹമ്മദിയോടുകൂടെ. ഇവിടെയാണ് അവർ തെറ്റ് ചെയ്തത്. ഇവർ മല കയറാൻ ഇവർ പ്ലാൻ ചെയ്തതിൻ്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല. ഇവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ കൽപ്പന ഇവരനുസരിക്കുകയല്ലായിരുന്നു. പിന്നെന്ത് ചെയ്യായിരുന്നു? നിങ്ങൾ മനസ്സിൽ ആഫ്റ്റർ ഓൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കൽപ്പന ഇവർ അനുസരിക്കുക. പക്ഷേ എങ്കിൽ ഇവരുടെ ഹൃദയം എവിടെയായിരുന്നു? ഇവരുടെ ഹൃദയം അഹങ്കാരത്തിൽ നിന്നാണ്. ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾക്കറിയാം, ദൈവം ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാജാവ്, യൊരോബെയാം രാജാവ്, ധൂപമെടുത്ത് ധൂപം കാട്ടുവാനായിട്ട് പ്ലാൻ ചെയ്ത് ധൂപം കാട്ടുവാൻ തുടങ്ങിയപ്പോൾ ദൈവം അയച്ചു നൽകുന്ന പ്രവാചകൻ കടന്നു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, രാജാവേ, നീ ധൂപം കാട്ടുന്നത് യോഗ്യമല്ല. രാജാവ് ഈ വോക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് നേരെ കൈ നീട്ടി ഈ പ്രവാചകനെ പിടിക്കാൻ. പക്ഷെങ്കിൽ രാജാവിൻ്റെ കൈ അതുപോലെ അങ്ങ് നിന്നു. എന്താ സംഭവിച്ചത്? ദൈവികമായിരിക്കുന്ന ശുശ്രൂഷയുടെ മുൻപിൽ താൻ നിൽക്കുമ്പോൾ ദൈവത്തിന് ഹിതകരമല്ലാത്തൊരു പ്രവർത്തനത്തിലേക്ക് അവർ കടന്നു വരികയാണ്. നിങ്ങൾക്കറിയാം, ഒരു ഉസ്സിയ രാജാവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രാജാവായിരുന്നു. ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഈ രാജാവ് എന്ത് ചെയ്തു? ഒരു ദിവസം പുരോഹിതന്മാർ ചെയ്യേണ്ടതായിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് രാജാവ് കടന്നു. രാജാവ് ഈ ധൂപം ഇവിടെ എടുത്ത് ദൈവത്തിന് മുൻപാകെ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിനക്കത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ വേദപുസ്തകം പറയുന്നു, ആ രാജാവ് കോപിച്ചു. ഈ ദൈവികമായിരിക്കുന്ന ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവർ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവർ മനസ്സിലാക്കണം, ദൈവത്തിന് വേണ്ടി ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ഞാനും നിങ്ങൾ ഉപയോഗിക്കപ്പെടുമ്പോൾ, ദൈവികമായിരിക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ എൻ്റെ ഇമോഷനെ ഞാൻ നിയന്ത്രിക്കേണ്ട ഒരു സ്ഥലമാണ്.
ഒരു ഒരു സ്ഥലമല്ല സഭ എന്നുള്ളത് ഓർക്കണം. ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം എന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവനാണ് ഞാനെന്ന് മനസ്സിലാക്കണം. എന്ത് സംഭവിച്ചു നമുക്കറിയാം. ഓൺ ദ സ്പോട്ടിൽ രാജാവിൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. എന്താ കാരണം? ചെയ്തതെന്താ? ദൈവിക ശുശ്രൂഷ. പക്ഷേ അകത്തുണ്ട് എന്തുണ്ടായി? ദൈവത്തിന് എതിരായിരിക്കുന്നത്. ഇതേ കാര്യമാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവർക്ക് ലിറ്ററലി മല കയറാൻ പറ്റുമായിരുന്നു, അവർക്ക് ദേശം കൈവശമാക്കാമായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ദൈവം ഒരു കൽപ്പന കൊടുത്തു. നിങ്ങൾ പാപം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ 40 ദിവസം 40 വർഷമാക്കി. അവരൊരു കാര്യം ചെയ്തു, അവർ നേരെ മല കയറി. പക്ഷേ കയറിയപ്പോൾ യഹോവയുടെ വചനം ധിക്കരിച്ചിട്ടാണ് അവർ മല കയറിയത്. അതാണ് ദൈവത്തിൻ്റെ ദാസൻ വെളിപ്പെടുത്തത്. ധിക്കാരപൂർണമായിട്ട്, ധിക്കാരത്തോടുകൂടെ, ഒരു അഹങ്കാരത്തോടുകൂടെ അവർ മല കയറുവാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? മലയിൽ പാത്തിരുന്ന അമോര്യർ വന്ന് അവരെ പരിപൂർണമായി നശിപ്പിച്ചു. എന്നാ കാരണം എന്നാണെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ അഹങ്കാരത്തോടുകൂടെ. നിങ്ങൾ മനസ്സിലാക്കണമേ, ദൈവിക ശുശ്രൂഷയിൽ ഞാൻ ആയിക്കൊള്ളട്ടെ, ഞാൻ ജീവിതത്തിൻ്റെ ഏത് മേഖലകളും ആയിക്കൊള്ളട്ടെ, ദൈവം എന്നിൽ കൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച പോലെ സ്വമേധാ പാപം എൻ്റെ മേൽ വാഴരുത്. എൻ്റെ ജീവിതത്തിലേക്ക് അത് കടന്നു വരരുത്. എന്ത് സംഭവിച്ചു ഇവിടെ? ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ അഹങ്കാരത്തോടെ കയറുവാൻ തുടങ്ങി. അതെന്തിലേക്ക് അവരെ കൊണ്ട് നശിപ്പിച്ചു? അവരെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു, കംപ്ലീറ്റ്ലി നശിക്കുവാനായിട്ടിടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം ഞാൻ പറഞ്ഞു വന്ന അനേകരുടെ കാര്യങ്ങൾ വിൽഫുൾ സിൻ, ധിക്കാരത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തെ മറുതലിക്കുവാൻ അവർ ആഗ്രഹിച്ചപ്പോൾ, അവരുടെ നൽകുന്ന സെൽഫ് ഡൊമിനേഷന് വേണ്ടി അവർ ആഗ്രഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവരെല്ലാവരും നശിക്കപ്പെടുവാൻ കാരണമായി തീർന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദാസനെ പറയുന്നു, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, നാം മനഃപൂർവ്വം പാപം ചെയ്യരുത്. ഒരു വിൽഫുൾ സിൻ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതെന്താ സംഭവിക്കുന്നത്? ഒരു വലിയ വിശ്വാസ ത്യാഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ എന്താ അതിൻ്റെ എന്തെന്താ അവിടെ പറയുന്നു? 2 ഭയാനകമായിരിക്കും. ഒന്ന്, ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിപ്പില്ല, ഇനി ഒന്നുമില്ല ചെയ്യാൻ. ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗവുമില്ലെന്ന്. എന്തുകൊണ്ടാണ് ഒരു മാർഗമില്ലാത്തത്? അവരുടെ ജീവിതത്തിൽ ദൈവത്തെ അവർ ധിക്കരിച്ച് കടന്നുപോയി. ഇനി ഒരിക്കൽ പോലും എന്തു വരത്തില്ല, ദൈവത്തിൻ്റെ മുൻപാകെ അവരുടെ ഹൃദയത്തെ താഴ്ത്തുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ലെവലിലേക്ക് അവർ കടന്നു വരികയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട്, Deuteronomy chapter 29 verse 19 and 20. അവരോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സ് വരാതെ അവരുടെ നേരെ ജ്വലിക്കും. വായിച്ചാട്ട് ഒരു വാക്യം, Hebrews chapter 3 verse 13. എബ്രായർ 3:13. നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചൊരു വിഷയമാണ്. എന്താ? ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ അനുസരിക്കണം. ഒബേ ദ വേർഡ് ഓഫ് ഗാഡ്. എന്തിനാ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കേണ്ടത്? നമ്മൾ മുകളിലെ വാക്യം പറയുന്നു, നിങ്ങൾ പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടുക. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് വായിച്ചു ആയിരിക്കുന്ന പത്രോസിൻ്റെ 2-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ 19-ാമത്തെ വാക്യം. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. നെക്സ്റ്റ്, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ, വളരെ ഇമ്പോർട്ടൻ്റ്, അതിന് ഏതിനോടാണ് ഞാൻ തോൽക്കുന്നത്? നമ്മൾ വായിച്ചത് വേഴ്സ് 19, 19-ാമത്തെ വാക്യം, 2 Peter chapter 2 verse 19. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന്, ഏതിനാ? ആ പർട്ടിക്കുലർ തിങ്. അതെന്തായി മാറ്റപ്പെട്ടു? ഒരു പേഴ്സണാലിറ്റി ആയി തീർന്നു, ഒരാളത്വമായി തീർന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ, ഒരു പർട്ടിക്കുലർ സംഗതിക്ക്, ഒരു പർട്ടിക്കുലർ വീക്ക്നെസ്സിന് ഞാൻ വീണ്ടും വീണ്ടും തോറ്റു പോവുകയാണെങ്കിൽ പിന്നീട് അല്പകാലം വന്നു കഴിയുമ്പോൾ എന്തായിത്തീരും? അതിൻ്റെ ഒരു സ്വഭാവമായിത്തീരും.
അതിൻ്റെ നേച്ചറായി. എന്താ നേച്ചറാകാൻ കാരണം? നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ശക്തിയായിരിക്കും എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിനോ ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും പ്രബോധിപ്പിക്കേണ്ടതാകുന്നു. എന്താ ആവശ്യമായിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ സെൽഫ് ഡൊമിനേറ്റഡ് ആകാതെ ദൈവത്തെ ഉയർത്തിക്കൊണ്ടുള്ള ജീവിതമാണ് ആവശ്യം. ദൈവത്തിന് മുൻപിൽ നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന വഴികൾ കൂടെ സഞ്ചരിക്കേണ്ടതാണ് ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിന് മുൻപിൽ ഞാൻ താണു കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു പ്രമാണമാണ്. ഒരു ക്രിസ്ത്യാനിയായി തീരണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ഹംബിൾനെസ് എന്ന് പറയുന്നത്. താഴ്മയും അനുസരണവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എത്രത്തോളം ദൈവത്തെ ഞാൻ അനുസരിക്കുന്നുവോ, എത്രത്തോളം മറ്റുള്ളവരെ ഞാൻ അനുസരിക്കുമോ, അത്രത്തോളം ഞാൻ താഴ്മയുള്ളവനായിരിക്കും. ദൈവത്തെ ഞാൻ അനുസരിക്കുന്നില്ല എങ്കിൽ ദൈവത്തോട് എനിക്ക് താഴ്മയുണ്ടാകത്തില്ല. ദൈവത്തിന് മുൻപാകെ എനിക്ക് താഴ്മയില്ല എങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് താഴ്മയുണ്ടാകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് വീട്ടിലൊരു സ്വഭാവം, പള്ളിയിലൊരു സ്വഭാവം, പുറത്തൊരു സ്വഭാവം എല്ലാ കാലവും ചെയ്യുവാൻ പറ്റത്തില്ല. കുറച്ച് കാലങ്ങളൊക്കെ എനിക്ക് ആക്ട് ചെയ്യുവാൻ സാധിക്കും, എല്ലാ കാലവും പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എൻ്റെ സ്വഭാവം വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നിങ്ങൾ മനസ്സിലാക്കിക്കോണേ, ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ അവരുടെ മുഖം കാണുമ്പോൾ അറിയാം അവരുടെ ഹംബിൾനെസ്, ദൈവത്തിന് മുൻപാകെയുള്ള അവരുടെ സമർപ്പണത്തെ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താ ഇവിടുത്തെ വിഷയം? ഇല്ല എങ്കിൽ പെതുക്കെ ഒരു ചതിയിലേക്ക് കടന്നു പോകുക. എന്താ? ആ പാപത്തിൻ്റെ ചതിയിൽ വീഴാൻ പോകുക. വളരെ പെട്ടെന്ന് സ്ലോലി വലിച്ചുകൊണ്ട് പോകുക. സംഭവിക്കുന്ന മറ്റൊന്നും ആയിരിക്കത്തില്ല. ഒന്നാം ദിവസം 1 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ ആ പ്രാർത്ഥന അരമണിക്കൂറായി. അടുത്ത ദിവസം അല്പം ബിസിയും കൂടായി, 2 ബൈബിൾ വായന ചാപ്റ്റർ കൂടെ കുറച്ചു. ഇങ്ങനെ തുടർന്ന് വന്ന് എവിടെ വന്ന് അവസാനിക്കുമെന്ന് അറിയാമോ? ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, പതിവായിട്ട് ദൈവത്തിൻ്റെ വചനം വായിച്ച് പ്രാർത്ഥിക്കാതെ ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോണേ, ജീവിതത്തിൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഇനിയും പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിപ്പില്ല. ഇനിയും ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല. പിന്നീട് എന്താ ഉള്ളത്? എതിരുകളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി നേരെ എങ്ങോട്ട് പോകും? ആര്? സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചവൻ എങ്ങോട്ട് പോകും? തീ എവിടാ? നരകം. അപ്പോൾ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ടും വളരെ എളുപ്പമാണ് അങ്ങോട്ട് പോകാൻ. നിങ്ങൾ മനസ്സിലായിക്കോണേ, ദൈവത്തിൻ്റെ കൃപയിൽ ഞാനും നിങ്ങൾ നിൽക്കേണ്ടത്, ദൈവിക പരിജ്ഞാനത്തിൽ ഞാനും നിങ്ങൾ നിൽക്കേണ്ടത്. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് മുൻപാകെ പറയുവാനുള്ളത്, എൻ്റെ കർത്താവേ, ആ പ്രസംഷ്യസിനിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണം. അതെൻ്റെ മേൽ വാഴുവാനിടയാകരുത്. ജീവിതത്തിൽ ഒരു കാലത്ത് പോലും സെൽഫ് ഡൊമിനേറ്റഡ് ആകുവാനിടയാകരുത്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങൾ താഴ്ത്തി ദൈവത്തിന് ഇഷ്ടം നിവർത്തിക്കുവാൻ തക്കണം ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കടന്നു പോകുന്നുവെങ്കിൽ ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ മുഖത്തേക്ക് നമുക്ക് കണ്ണുകൾ തിരിച്ചാട്ട്. ഹല്ലേലൂയ.